സങ്കടകരമായ നോവുണ്ടാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കാണുന്നത്. വിദ്യാർത്ഥികളാകെ എന്തു പറയണമെന്നല്ല അറിയാതെ മരവിച്ച മനസ്സുമായിട്ടാണ് കുട്ടികളെല്ലാവരും തന്നെ അവിടെ നിൽക്കുന്നത്. അവരുടെ കൂടെ ഇന്നലെ വരെ കളിച്ച് ജീവിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്ന 5 കുട്ടികളാണ് പെട്ടെന്നുണ്ടായ ഈ ദുരന്തത്തിൽ, ഈ അപകടത്തിൽ അവരിൽ നിന്ന് അകന്നു പോയത്. അതിൻ്റെ ഒരു ആഘാതം ആ കുട്ടികളുടെയൊക്കെ മുഖത്ത് നിഴലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ എത്തി ആ കുട്ടികൾക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ദേശീയപാതയിൽ കളർക്കോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് ഈ 5 വിദ്യാർത്ഥികളെ നമുക്ക് നഷ്ടപ്പെട്ടത്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറിയാണ് ഈ അപകടമുണ്ടായത്. 5 പേർ കോട്ടയം പൂഞ്ഞാർ ചേന്നോട് സ്വദേശി ഷാജിയുടെ മകൻ ആയുഷ് ഷാജി, പാലക്കാട് ശ്രീവിഹാറിൽ KTC വത്സന്റെ മകൻ ശ്രീദീപ് വത്സൻ, മലപ്പുറം കോട്ടയ്ക്കൽ ചീനമ്പത്തൂർ ശ്രീ വൈഷ്ണവത്തിൽ EN ബിഡരാജിൻ്റെ മകൻ B ദേവാനന്ദൻ, കണ്ണൂർ വേങ്ങര മാടായിമുട്ടം മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ, ലക്ഷദ്വീപ് ആന്ത്രോത്ത് ദ്വീപ് സ്വദേശി P മുഹമ്മദ് നസീറിൻ്റെ മകൻ മുഹമ്മദ് ഇബ്രാഹിം. 19 വയസ്സാണ് ഈ 5 പേർക്കും. ഇവരെയാണ് നമുക്ക് നഷ്ടമായത്. ഈ അപകടത്തിൽ പരിക്കേറ്റ 6 പേർ ചികിത്സയിലുമാണ്. അപകട വിവരം അറിഞ്ഞയുടൻ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ലക്ഷദ്വീപിലുള്ള മാതാപിതാക്കൾ അവർ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കൊച്ചിയിൽ വിമാനം ഇറങ്ങി അവർ ആലപ്പുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ കേരളത്തിലുള്ള കുടുംബ സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ ആലപ്പുഴയിലേക്ക് ഓടിയെത്തുകയായിരുന്നു. അവരാണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള ഖബറടക്കത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കിയത്. ലക്ഷദ്വീപിനാകെ ഞെട്ടൽ നൽകുന്ന ഒരു വാർത്തയായിരുന്നു മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മരണമെന്ന് നേരത്തെ കുടുംബ സുഹൃത്ത് മാതൃഭൂമി ന്യൂസിനോട് പറയുന്നുണ്ടായിരുന്നു. സമയം ഇപ്പോൾ 12:10, ഏകദേശം ഒരു 12:45 പൊതുദർശനം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഓരോ കുട്ടികളുടെയും മൃതദേഹം അവരുടെ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോകും. അതിൽ ലക്ഷദ്വീപ് സ്വദേശിയുടെ മൃതദേഹം മാത്രം കൊച്ചിയിൽ ഖബറടക്കുകയും ചെയ്യും. മറ്റിടങ്ങളിൽ നിന്നൊക്കെ ബന്ധുക്കൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. വരാനുള്ളവർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ നാടുകളിലും അതായത് വീടുകളിലുമൊക്കെ അവരുടെ പ്രിയപ്പെട്ട ആളെ അവസാനമായി അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നാട്ടുകാരുമൊക്കെ ചേർന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. 1.5 മാസം കഷ്ടിയാണ് ഈ കുഞ്ഞുങ്ങളവിടെ പഠനത്തിനായി ചേർന്നിട്ടുള്ളത്. ഈ ലക്ഷദ്വീപ് സ്വദേശിയെ കുറിച്ച് പറയുന്നത് അധികം സംസാരിക്കുകയൊന്നും ചെയ്യാത്ത ഒരു പാവം എന്ന് പൊതുവേ നമ്മൾ പറയുന്ന തരത്തിലുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതൊക്കെയാണ്. ഒരു ഇളയ കുട്ടിയാണുള്ളത്, 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഉയർന്ന മാർക്കോട് കൂടിയാണ് MBBS പഠനത്തിനെത്തിയത്. വലിയ ആഘാതമാണ് ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ്. ശ്രീദീപ് ഹഡിൽസിൽ സംസ്ഥാന താരമായിരുന്നു. ഒരുപോലെ നല്ലതുപോലെ പഠിക്കുകയും നല്ലതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ ശോഭിക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞ് ശ്രീദീപ് വത്സൻ നഷ്ടപ്പെട്ടു പോയ 5 പേരിൽ ഒരാൾ. അങ്ങനെ ഈ 5 പേരെക്കുറിച്ചും പറയാൻ എത്ര ഓർമ്മകൾ ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ ഉണ്ടാകും. പഠനത്തിൻ്റെ ഓരോ കാലത്തും ഓരോ തരം പാസ്സായി പോകുമ്പോഴും അവർ പുലർത്തിയിരുന്ന മികവ്, ജീവിതത്തെ പറ്റിയുള്ള അവരുടെ പ്രതീക്ഷകൾ, അവരുടെ കൂട്ടുകാർ ഒക്കെ അല്ലേ, അങ്ങനെ ഉള്ള പല കാര്യങ്ങൾ ഈ നിമിഷത്തിൽ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ഒക്കെ ഓർത്തെടുക്കുകയായിരിക്കും. 1.5 മാസത്തിനുള്ളിൽ കൂടെ പഠിച്ച കുട്ടികൾക്ക് എത്ര ആർദ്രമായ ഓർമ്മകൾ ഉണ്ടായിരിക്കും, സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകൾ ഉണ്ടായിരിക്കും. അതൊക്കെ അങ്ങനെ തന്നെ അവശേഷിപ്പിച്ച് ഇവർ 5 പേരും അടങ്ങുകയാണ്. സ്നേഹവും കുറച്ച് പൂക്കളും മാത്രമാണ് പ്രിയപ്പെട്ടവർക്ക് ഇനി അവർക്ക് നൽകാൻ കഴിയുന്നത് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുടെ മുഖത്തു നിന്നൊക്കെ ആ വേദന വായിച്ചറിയാൻ കഴിയുന്നതാണ്. കാരണം അവരുടെ ആദ്യ വർഷം നടന്ന ഒരു അപകടം, ദുരന്തം, അത് അവരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും മാഞ്ഞു പോകാൻ ഇടയില്ലാത്ത വണ്ണമുള്ളൊരു ദുരന്തമായി മാറി എന്നതാണ്. അവരുടെ ഏത് സന്തോഷ നിമിഷങ്ങളും തങ്ങൾക്കൊപ്പം ഉണ്ടാകേണ്ടവരായിരുന്നല്ലോ അവർ എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരാതെ പോകില്ല. അത്രയും അല്ലെങ്കിൽ പുതുതായി ചെന്നൊരു ഇടം, ആ സ്കൂൾ, ആ കോളേജിൻ്റെ പരിസരവും കോളേജും ഒക്കെയായി വളരെ നമ്മൾ അതുമായി ലയിച്ചു ചേരുന്ന ഒരു സമയമാണ് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ. കൂട്ടുകാരുമായി ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുണ്ടാവുക, സൗഹൃദങ്ങളുണ്ടാവുക, പലയിടങ്ങളിൽ നിന്ന് വന്ന ആളുകൾ പല രീതികൾ, പല സംസ്കാരങ്ങളൊക്കെ പിന്തുടർന്നു വന്ന ആളുകൾ അവരൊക്കെ ഇവിടെ എത്തി. എല്ലാവരും ഒരു സൗഹൃദത്തിൻ്റെ ഭാഷയിൽ എല്ലാവരും ഒരുമിക്കുന്ന ഒരു മനോഹരമായ കാലമാണ് പഠനകാലമെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും ക്യാമ്പസ് കാലമാകുമ്പോൾ അതിന് കുറച്ചുകൂടി ആഴത്തിലുള്ള സൗഹൃദങ്ങളിലേക്ക് പോകുന്ന കാലം കൂടിയാണ്. അങ്ങനെ ഒരു കാലത്തിൻ്റെ തുടക്കം ഇട്ട് കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് അവർ എല്ലാം അവസാനിപ്പിച്ച്
പിന്തിരിയേണ്ടി വരുന്നത് എന്ന ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ആ 5 കുട്ടികളുടെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ പലർക്കും സാധിക്കൂ. ഈ കുട്ടികൾ മാത്രമല്ല, ഇവിടെ കൂട്ടം ചേർന്ന് നിൽക്കുന്ന കുട്ടികൾ മാത്രമല്ല, കുറച്ചു പേർ അവിടെ ഭണ്ഡാരം മെഡിക്കൽ കോളേജിലുണ്ട്. അതായത് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ 3 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ അവിടെ ചികിത്സയിൽ തുടരുകയാണ്. 6 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, അവരുടെ മെഡിസിൻ എത്തിക്കാൻ, പുറത്തേക്ക് പറയുന്ന മരുന്നുകൾ എത്തിക്കാൻ, അവർക്ക് എന്താണ് വേണ്ടത് എന്നറിയാൻ, എങ്ങനെയാണ് അവരുടെ ആരോഗ്യനില എന്ന് പുറത്തേക്ക് വരുന്ന ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന കുറച്ച് കുട്ടികൾ കൂടിയുണ്ട്. മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇനി എന്താണ് വേണ്ടത് എന്ന് അന്വേഷിച്ചുകൊണ്ട് എന്തു കാര്യത്തിനും പുറത്തേക്ക് ഓടാനും എന്തും സമാഹരിച്ച് നൽകാനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന കുറച്ച് കുട്ടികൾ അവിടെയുമുണ്ട്. അവർക്കൊരുപക്ഷെ ഈ പൊതുദർശന ചടങ്ങിൽ മറ്റുള്ളവർക്ക് യാത്രാമൊഴി നൽകാൻ അവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. നേരത്തെ പറയുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, കുട്ടികൾ അങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ച, അവരോട് സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതൊക്കെ വലിയ വേദന നൽകുന്ന കാഴ്ചയും വലിയ വേദന നൽകുന്ന വിവരങ്ങളുമൊക്കെയാണ് ഈ നിമിഷം നമ്മളെ തേടിയെത്തുന്നത്. ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിലുള്ളവർ വേഗത്തിൽ ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അവർക്കിനി അവർ സാധാരണ നിലയിലേക്ക് തിരികെ വരുമ്പോൾ തങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നൊരു വേദന കൂടി സ്വാഭാവികമായും ആ കുട്ടികൾക്കുണ്ടാകും. അവർക്ക് അതിന് മാനസികമായിട്ടല്ലേ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം കൂടിയായിരിക്കും. എനിക്ക് തോന്നുന്നു ആ വാഹനം ഓടിച്ച കുട്ടിക്കടക്കം അതിൻ്റെ ഷോക്ക് മാറാൻ ദിവസങ്ങളെടുക്കും. അതിന് അധ്യാപകരുടെയും മറ്റ് സഹപാഠികളുടെയും ഒക്കെ പൂർണ്ണമായ പിന്തുണ, അവരുടെ മാനസികാരോഗ്യം കൃത്യമായി വീണ്ടെടുക്കാനുള്ളൊരു പിന്തുണ കൂടി എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകും. വേഗത്തിൽ ഗുരുതരാവസ്ഥയിലുള്ളവർക്ക് കൂടി അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നു എന്ന ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്തകൾ കേൾക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സെൻട്രൽ ലൈബ്രറി ഹാളിൽ പൊതുദർശന ചടങ്ങ് നടക്കുന്ന ഹാളിലാണ് ഷിനോജ് ഉള്ളത്. ഷിനോജ്, പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലുള്ള മൃതദേഹങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ചു. കുട്ടികളുടെ ചിത്രങ്ങൾ, ഈ പുഷ്പചക്രങ്ങൾ ഒക്കെ ആളുകൾ എത്തി അവിടെ സമർപ്പിക്കുന്നത് അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്. എത്രത്തോളം ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ? ഈ കുട്ടികളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ വളരെ ഷിനോജ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഷിനോജിലേക്ക് നമുക്ക് വരാം. ചെറിയൊരു സാങ്കേതിക പ്രശ്നമാണ്. എന്തായാലും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുക എന്ന് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സങ്കടം തളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. ആരുടെ മുഖത്തേക്ക് നോക്കിയാലും നമ്മൾ തന്നെ കരഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ഉള്ള ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോരുത്തരായി വന്ന് പുഷ്പങ്ങൾ അർപ്പിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട ആ കുട്ടികൾക്ക്, ഒരുപക്ഷെ കാണാതല്ലേ, ഒരിക്കൽ പോലും പരിചയമില്ലാത്തവരായിരിക്കും, നമ്മളവരെ കണ്ടിട്ടില്ലാത്തവരൊക്കെയാണ് ഏറിയ പങ്ക്. ഈ വാർത്ത കാണുന്നവർ പോലും അങ്ങനെ തന്നെയാണ്. നമുക്കവരെ ഒന്നും അറിയാമായിരുന്നില്ല. ഇന്നലെ ഈ അപകടം ഉണ്ടാകുന്നതുവരെ ആർക്കും അറിയാത്ത ഒരുപാട് പേരായിരുന്നു. പക്ഷേ ഇന്ന് അവരൊക്കെ നമ്മുടെ ഒരു പ്രിയപ്പെട്ടവരായി, ഈ കുരുന്നുകൾ ഈ ഒരു ചെറുപ്രായത്തിൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു സങ്കടം, അത് നമ്മുടെ കുടുംബത്തിലുമൊക്കെ അല്ലെങ്കിൽ നമുക്കുമൊക്കെ പ്രിയപ്പെട്ടവരായി അവർ മാറുന്നു എന്നൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആ സങ്കടങ്ങളെ മറികടക്കാൻ ആ കുടുംബങ്ങൾക്ക് കഴിയട്ടെ. പക്ഷേ ഇപ്പോഴത്തെ ഈ വലിയ വേദന അത് ഒരു ആശ്വാസവാക്കുകൾ കൊണ്ടും നമുക്ക് നിവർത്തിക്കാവുന്നതല്ല.
പക്ഷേ എല്ലാവരും ഒപ്പമുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. അതിന് സർക്കാർ അതിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ, സംസ്കാര ചടങ്ങുകളുള്ള സഹായങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് വീടുകളിലേക്കുള്ള യാത്രയിൽ ഒരു പോലീസ് അകമ്പടിയോടുകൂടി തന്നെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.